നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ലാസ്റ്റ് വീഡിയോ ഞാൻ എപ്പോഴാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. കുറച്ച് 7 മാസത്തിനടുത്തായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ആ പെനിവൈസിനെ ഞാൻ തീർത്തു. പക്ഷെ ഇപ്പോൾ കുറച്ച് ന്യൂസ് വന്നത് പെനിവൈസ് എവിടെയോ വന്നുവെന്നാ. എന്താ ചെയ്യുക? അന്ന് ഞാൻ പെനിവൈസിനെ കൊന്നെങ്കിലും ഇപ്പോൾ കുറേയധികം മാസമായിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷമാണ് ഒരു തിരിച്ചു വരവ് ഈ HBKയുടെ കാര്യത്തിൽ നിന്ന് കാണുന്നത്. ഈ HBK 552 തിരിച്ചു വന്നേ. ഈ വണ്ടി ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ വണ്ടിയിലാണ് ആ പെനിവൈസ് ഉള്ളതെന്നാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇതെല്ലാത്തിനും അറിയണമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണേണ്ടി വരും. കഥയൊക്കെ അപ്പോഴാണ് മനസ്സിലാകുക. എനിക്ക് പോലും അറിയില്ല ഇതെന്താ കഥ എന്ന്. ഈ കഥ തുടങ്ങുന്നേ ഉള്ളൂ. എന്നെ ആരോ ഫോൺ വിളിച്ചു. ഞാനത് പോയി ആളുടെ അടുത്ത് കണ്ടു, ആളുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ ആളെനിക്കൊരു ഉത്തരം പോലും തന്നില്ല. ആൾ പെനിവൈസുള്ള സ്ഥലം കാട്ടി തരാമെന്ന് പറഞ്ഞു. പെനിവൈസ് തിരിച്ചു വരുന്നുള്ള സ്ഥലം അത് ആളെനിക്ക് പറഞ്ഞു തന്നു. അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി. അന്ന് അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. 7 മാസം എന്ന് പറഞ്ഞാൽ പെനിവൈസ് അന്ന് ഞാൻ കൊന്ന അതിൻ്റെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാനിത് ഇപ്പോൾ പിന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള വീഡിയോ ആയിരുന്നു. അന്ന് എന്നെ പെനിവൈസ് വണ്ടിയിൽ വെച്ച് ഇടിച്ചു എൻ്റെ പണിക്കുറ്റം കഴിച്ചു. ഞാൻ എന്നാലും തളർന്നില്ല. ഞാൻ അവനെയും കൊണ്ടുപോയി പിന്നെയും പെനിവൈസുള്ള സ്ഥലത്തേക്ക് കുറേയധികം നടന്നു. പെനിവൈസിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും തീർക്കാൻ വേണ്ടി ഞാൻ കുറേയധികം അലഞ്ഞെനിക്ക് വയ്യാതെയായി. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 7 മാസം മുന്നുള്ള 2 ആഴ്ചയിലുള്ള ഇതാണ് ഈ വീഡിയോ. അതിലും മുന്നേ ഞാൻ പെനിവൈസിനെ കൊന്നു തീർത്തിട്ടുണ്ടായിരുന്നു. പെനിവൈസിനെ കിഡ്നാപ്പ് ചെയ്തു. ഞാൻ പെനിവൈസിനെ കൊന്നു രക്ഷപ്പെട്ടു. പക്ഷെ പെനിവൈസ് മരിച്ചു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞില്ല. ഞാൻ അവന് കാട്ടിക്കൊടുത്തു. ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പെനിവൈസിനെ കൊന്നത്. ആ സ്ഥലം മാറ്റി എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ 7 മാസം കഴിഞ്ഞില്ലേ. ഇതൊക്കെ 7 മാസം കഴിഞ്ഞിട്ടുള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ഞങ്ങളിതാ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ആ വീട് അങ്ങോട്ട് മാറി മറിഞ്ഞു അല്ലടാ. അല്ല പിന്നെ വീടൊക്കെ മാറി മറിഞ്ഞു എന്നില്ലാതെ നീ അതിനാലും ഇത് പറയാനായിട്ട് നീ ആദ്യമായിട്ടല്ലേ ഇത് വരുന്നേ? അതും ശരിയാ. കഴിഞ്ഞ വട്ടം നിങ്ങളെ വണ്ടി ഇടിച്ച് കയറ്റിയില്ല പെനിവൈസ്. ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല അല്ലേ? ഭയങ്കര കഷ്ടമായി. വേറെ ഏതൊരു ചാനലിൽ നമ്മളത് ഇട്ടു. പക്ഷെ ഈ ചാനലിൽ നമ്മൾ ഇടാൻ മറന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇട്ടു. എന്താ വാതിൽ തുറക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്താ ഭയങ്കര കഷ്ടം. ഷിൻചാനെ തുറക്കടാ. ആരാടാ ഈ പറയുന്നേ? ഫ്രാങ്ക്ലിൻ ബൈ അല്ലേ? ഫ്രാങ്ക്ലിൻ ബൈ വീടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ എന്താ പൊട്ടം കളിക്കുക? ഫ്രാങ്ക്ലിൻ ബൈ തന്നെയല്ലേ ഈ വീട് മേടിച്ചത്? ഈ പണ്ട് പെനിവൈസിനെ കൊന്ന വീട്. എന്നിട്ട് പറയേ ഈ വീട് ആരെ മേടിച്ചതെന്നൊക്കെ അറിയണമെന്ന്. വെറുതെ ഫാൻസിനെ പറ്റിക്കന്നെ. അല്ലാണ്ട് എന്താ? അവർക്ക് ഇത്തിരി ത്രില്ലടിച്ച് കൊടുക്കുക. അതാണ് ഈ ഫ്രാങ്ക്ലിൻ ബൈൻ്റെ കാര്യം. എന്താണ് ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനെയൊക്കെ? ഞാൻ ദേ വരുന്നു. ഇത് ഏതാ ഡോറ്? ഏതോ സീക്രട്ട് ഡോറാന്നാ തോന്നുന്നത്. ഏതാ തുറക്കണ്ടേന്നൊന്നും എനിക്കൊരു അറിവില്ല. ഞാൻ എന്താ ചെയ്യുക? ഈ ഫ്രാങ്ക്ലിൻ ബൈനെ കൊണ്ട് തോറ്റ തന്നെ. ഭയങ്കര കഷ്ടം ഇങ്ങേരെ കൊണ്ട്. ഇങ്ങേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം അവിടെ നിന്ന്. പിന്നെ ഫ്രാങ്ക്ലിൻ ബായ്. ആരത് ഫ്രാങ്ക്ലിൻ ബായ്? ഇത് നിനക്കറിയാത്തൊരുത്തനാണ്. ഇവനാണ് പെനിവൈസിനെ നേരിട്ട് കണ്ട ആ ഒരു പുരുഷനാണെന്നാണ് ഞാൻ കേട്ടത്, അറിഞ്ഞത് മൊത്തം. ഇവനാണോ ആ പെനിവൈസിനെ അറിഞ്ഞ ആള്? അതെ, ഇവനാണ് എന്നെ കണ്ടുപിടിച്ചെന്ന ഷിൻചാനെ. ഞാൻ ഇതുവരെയായിട്ട് ആ പെനിവൈസിനെ കണ്ടിട്ടില്ല. ചോപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് നീ എങ്ങനെ കാണാനാ? നിനക്ക് അന്ന് നീ എവിടെയോ പെട്ടിരിക്കല്ലായിരുന്നേ. അതും വേറെ കാര്യം. അന്ന് ഞാൻ മൈക്കിൾ മാമൻ്റെ കൂടെ ആയിരുന്നേ. ഞങ്ങൾക്ക് പെനിവൈസിനെ എവിടെയോ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഭയങ്കര കെയർ ആയിട്ട് ഇരുന്നോളോ. കാരണം പെനിവൈസ് ഇനി വരാൻ പോകുന്നത് നിൻ്റെ അടുത്തേക്കാന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പെനിവൈസ് ഒരു ഇൻഫർമേഷനും എനിക്ക് തന്നു. പെനിവൈസ് ഇനി നിൻ്റെ അടുത്തേക്കാണ് വരാൻ പോകുന്നത്. ഷിൻചാനെ, നിന്നെ പെനിവൈസ് കണ്ടിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞേ? ഇനി നീ നിന്നെ പെനിവൈസിനെ കാണും. അതൊക്കെ മുന്നേ ഞാൻ പെനിവൈസിനെ തീർക്കും. എൻ്റെ ഷിൻചാൻ്റെ അടുത്തേക്ക് എത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. ചോപ്പേ, ആ പെനിവൈസ് വന്നു കേട്ടോ. അയ്യോ, ആ പെനിവൈസ് ആ ദുഷ്ടനായ ജോക്കറോ? ജോക്കറിന് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ കൊണ്ടുപോവാ. ആ പട്ടീനെ കൂടി വിളിച്ചോ. അവനെ ഞാൻ ബുൾസയാക്കാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ പന്ന കഴിവുള്ള മോനെ എനിക്ക് ഓർമ്മയുണ്ട്. അവനാണ് എന്നെ ഒളിപ്പിച്ച് വെച്ചത്. അയ്യോ, അവൻ്റെ കസ്റ്റഡിയിലായ പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഫ്രാങ്ക്ലിൻ ബൈനെ വരെ പിടിച്ച് കടിച്ചു. ഇതാണ് സീക്രട്ട് ബേസ്. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പെനിവൈസ് വന്നാൽ അതിനുള്ളിൽ കയറി ഒളിച്ചാൽ മതി. വേറൊന്നും ചെയ്യണ്ട. കാരണം പെനിവൈസ് 2-3 മടങ്ങ് ശക്തിയോടെ വന്നിരിക്കുന്നത്. അവൻ ഒരു വട്ടം കൊന്നാൽ എനിക്കറിയില്ലല്ലോ. അവൻ തിരിച്ചു വരുമ്പോൾ അധിക ശക്തിയോടെ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അവൻ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ശക്തിയാണെന്നാണ് തോന്നുന്നത്. അവനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോ. അവൻ എപ്പോൾ വേണമെങ്കിലും വരും. ഷിൻചാനെയും കൊല്ലും, നീ കാണുന്ന ഇവനെയും കൊല്ലും. ഇവൻ്റെ പേര് പോലും എനിക്കറിയില്ല. പേര് ചോദിക്കണം. നിൻ്റെ പേരെന്താ മച്ചാനെ? അതെൻ്റെ പേരാ. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പല പട്ടി കൂക്കുന്നുണ്ട്. അപ്പം നിൻ്റെ പേര് പട്ടി എന്നാണോ? അല്ല, പട്ടി എന്നൊന്നല്ല എൻ്റെ പേര്.
എൻ്റെ പേര് GT എന്നാ. ഓ, GTA 5 ഒരു മീനിങ് ആണോ GT? യെസ്, എൻ്റെ പേര് ജെട്ടി. ഞാൻ എൻ്റെ പേര് ജെട്ടി എന്നാക്കിയത് എനിക്ക് പോലും അറിയില്ല. എന്നെ എല്ലാവരും അങ്ങനെ വിളിക്കാം. എൻ്റെ ശരിക്കത്തെ പേര് ശുഗണൻ എന്നാ. ഓ, ശുഗണൻ, നിന്നെ ഞാൻ GT എന്ന് വിളിക്കാം. കമോൺ ജെട്ടി. ഇതാരാ പട്ടി? ആ, അതെൻ്റെ പട്ടി, ഞാൻ മറന്നു. നമുക്ക് ആ പെനിവൈസിനെ കണ്ടുപിടിക്കേണ്ട കാര്യത്തേക്ക് കടക്കാം അല്ലേ? വാടാ ജെട്ടി, നമുക്ക് പെനിവൈസിനെ കണ്ടുപിടിക്കാൻ പോണ്ടേ? ഇന്ന് തന്നെ അവനെ തീർക്കണം. ഇനി ഒരു പാർട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് ഒരു അവസാന പാർട്ടാക്കിയിട്ട് നമുക്ക് ഏടിയണം. പെനിവൈസിൻ്റെ അവസാനത്തെ പാർട്ട് 7 മാസങ്ങൾക്ക് ശേഷം ഇന്ന് സെപ്റ്റംബറിന് നടക്കുന്നു. അയ്യോ, സെപ്റ്റംബർ ഒന്നും അല്ല, ഇതിപ്പോൾ നവംബർ ആയില്ലേ. ഓ ഷിറ്റ്, എന്നോട് ക്ഷമിക്കണം. നവംബറിന് നമ്മൾ തീർക്കുന്നു. നവംബർ എത്രാം തീയതിയാണത്? തീയതി എത്രയെന്ന് ഒന്ന് പറയാമോ? എനിക്കൊന്നും അറിയില്ല തീയതി. ആ, നല്ല ആളുടെ അടുത്താണ് ഞാൻ തീയതിയൊക്കെ ചോദിച്ചത്. നല്ല ആളാ നീ. എന്ത് ചെയ്യാനാ? വേഗം വാ, പെനിവൈസിൻ്റെ ലൊക്കേഷൻ പോയിട്ട് നമുക്ക് വേഗം അവനെ തട്ടി കളയാം. അല്ല പിന്നെ എന്താ മക്കളെ, കുറെ നാളായില്ലേ കണ്ടിട്ട്. എത്ര നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നേ. ഫ്രാങ്ക്ലിൻ എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്നു. ഫ്രാങ്ക്ലിനും അവൻ്റെ പേരെനിക്കറിയില്ല, ആ പന്ന കഴിവുകട മോനെ എന്നെ കണ്ടുപിടിച്ചേ. അവൻ കാരണമാണ് ഇപ്പം ഞാൻ പെട്ടത്. പക്ഷേ എൻ്റെ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചോക്കവും ചെയ്യാൻ പറ്റില്ല. എത്രയും കൂടി മടങ്ങാരോഗ്യത്തോടെ ഞാൻ വന്നേ. ഇതിപ്പോൾ ഞാൻ ഷിൻചാൻ്റെ വീട്ടിലാണ്. ആരാ ഷിൻചാനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഉൾക്കണ്ണ് വെച്ച് കേട്ടിട്ടുണ്ട്. അയ്യോ, ഇതേതാ ശബ്ദം കേൾക്കുന്നേ? ഞാൻ പെട്ടല്ലോ ഫാങ്ക്ലിൻ ബായ്. ഇതാരാ? ഫാങ്ക്ലിൻ ബായ് ആണോ? ഫാങ്ക്ലിൻ ബായ് കോടാലി വെച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുമോ? ഇതാരാ എന്താന്ന് പോലും അറിയില്ല. ഫാങ്ക്ലിൻ ബായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയർഫുൾ. ഇതിന് ബി കെയർഫുൾ എന്ന് പറഞ്ഞത് പെനിവൈസ് വരുന്നുണ്ടാവോ? ഷോപ്പ് എഴുന്നേൽക്കടാ, പെനിവൈസ് വന്നു. ഷോപ്പ് എഴുന്നേൽക്ക്. പെനിവൈസും കോതും എനിക്കൊന്നും അറിയില്ല. പെനിവൈസും കോണും ആരാ ഇതൊക്കെ? എന്താ അതൊക്കെ? എടാ, നിന്നെ ആരടി ഈ അവസ്ഥയാക്കിയ? നീ ഫ്രാങ്ക്ലിൻ ബായ് വെച്ച വോട്ടിക്ക് അടിച്ചോ? അല്ലെങ്കിൽ വല്ല ഐറ്റം അടിച്ചോ നീ? ഇവൻ്റെ ബോധം പോയി എന്നാ തോന്നുന്നത്. ഫ്രാങ്ക്ലിൻ ബായ് വെച്ച മദ്യം അടിച്ചു പോൻ. പട്ടിക്കൊക്കെ മദ്യം കൊടുത്ത് ഫ്രാങ്ക്ലിൻ ബായിനെ ആദ്യം കൊല്ലണം. നീ തുറക്കില്ല അല്ലേ? എനിക്ക് മനസ്സിലായടാ, നീ തുറക്കില്ലെന്ന്. നിന്റെ വാതിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കടാ ചെറിയ ചക്ക, കൊച്ചർക്കൻ, കൊച്ചു കഴിവേറി. എന്നെയാണ് അവന്. എന്നെ തടയാൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അവൻ്റെ വിചാരം എന്താ? അവൻ്റെ ഫ്രാങ്ക്ലിൻ ബായിനെ വരെ ഞാനൊരു കഷ്ടപ്പെടുത്തിയിട്ടുള്ളവനാ. എന്നിട്ട് എൻ്റെ മക്കട്ട് കയറാൻ പോകുന്നു. പിന്നെ കഴിവിടവൻ ചെറിയ ചക്കൻ. ഇന്ന് ഞാൻ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ ഉറപ്പായിട്ട് ഉപ്പിലിട്ട് വയ്ക്കും ഞാൻ അവനെ. എടെ തുറക്കടേ, എടെ തുറക്ക്. ഇതെന്ത് പിന്നെയും മനുഷ്യന് ഉറങ്ങാനും പറ്റില്ലേ? ഫ്രാങ്ക്ലിൻ ബായ് എല്ലാം അറിഞ്ഞപ്പോൾ എനിക്കൊരു പേടി. ഞാൻ ഇങ്ങനെ തുറക്കാം. ഇതേത് ഇതേത് മരമണ്ടനാവോ? നീ ഒരിക്കലും പുഴുത്തു പോടാ, നീ പുഴുത്തു പോകും. നീ ആരാടാ എൻ്റെ ഉറക്കം നശിപ്പിക്കാൻ വന്നവനെ? ഞാൻ നിന്റെ ഫ്രാങ്ക്ലിൻ ബായാ മോനെ, വാതിൽ തുറക്കടാ. ഫ്രാങ്ക്ലിൻ ബായിൻ്റെ ശബ്ദം എങ്ങനെയൊന്നല്ല. എടാ, ഞാൻ നിന്റെ ഫ്രാങ്ക്ലിൻ ബായാ, വാതിൽ തുറക്കടാ. ഓ, ഇത് ഫ്രാങ്ക്ലിൻ ബായാ. എടാ ഫ്രാങ്ക്ലിൻ്റെ വാതിൽ തുറക്കടാ. ഇത് GTA ചേട്ടനല്ലേ? ഇത് 2 പേരോ? 2 വോയിസോ? പെനിവൈസിൻ്റെ വോയിസും വന്നു. 3 പേര് വരുമോ? ഒരിക്കലുമില്ല. ഫ്രാങ്ക്ലിൻ ബായിൻ്റെ എനമിയാ പെനിവൈസ്. നീ പറ്റിക്കണ്ട. നീ പെനിവൈസാ, എനിക്കറിയാം. എടാ ചെറിയ ചക്ക, വായിൽ തുറക്കടാ. ഇല്ലില്ല, ഞാൻ ഒരിക്കലും തുറക്കില്ല. ജീവ പോയാലും തുറക്കില്ല. എടാ ചോപ്പേ, എടെ CCTV ക്യാമറ നോക്കാനും എനിക്കറിയില്ല എന്നാ തോന്നുന്നത്. അറിയില്ല. എടാ ചോപ്പ എഴുന്നേക്കടാ. എടാ ഇതേട്ടാ, വാരി വിളിച്ച് തിന്ന് കെടുക്കാൻ മാത്രമാണോടാ നിനക്ക് കഴിവുള്ള? ചോപ്പ എഴുന്നേക്കടാ. എടാ ചോപ്പ് എഴുന്നേൽക്കാൻ. പോടാ അവിടുന്ന് പട്ടി. എടാ, നീ തന്നെ ഒരു പട്ടിയായിട്ട് നീ പട്ടികൾക്ക് അപമാന. പട്ടി എന്ന് വിളിക്കുന്നത് എന്നെ? ഞാൻ മനുഷ്യനാടാ, മനുഷ്യൻ. പോടാ മനുഷ്യ. ഇങ്ങനെ വിളിച്ചാൽ മതിയോ? ആ, അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യുക ഫ്രാങ്ക്ലിൻ ബായ്? ഞാൻ ഒരിക്കലും പെട്ട അവസ്ഥയാണ്. എൻ്റെ കയ്യിൽ ഫോണുമില്ല, ഒന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യുക? അയ്യോ, ഞാനിനി എന്താ ചെയ്യുക? ഒരു മാർഗമുണ്ട്. വല്ല ആയുധണ്ടൊക്കെ ഞാൻ അവനെ അടിച്ച് കൊന്നേനെ പെനിവൈസിനെ. കൊച്ചർക്ക, വാതിൽ തുറക്കണം പട്ടി. കുറെ നേരമായി. ചോപ്പേ എഴുന്നേറ്റു. എന്താടാ കുറെ നേരം നീ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു മദ്യം കൊദ്യമൊന്നും കുടിച്ചിട്ടില്ല. എനിക്ക് ഉറക്കം വന്നിട്ടാ. ആരോ നമ്മളെ വിളിക്കുന്നുണ്ട്. അതാ പെനിവൈസാന്ന് തോന്നുന്നത്. ഫ്രാങ്ക്ലിൻ ബായ് പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഒന്നും തുറക്കണ്ടെന്ന്? എടേ ബോച്ചർക്ക, തുറക്കട വേഗം. നിന്റെ പട്ടീനും നിന്നെയും ഞാൻ കൂട്ടി തിന്നും. എന്ത് കഷ്ടമാണ് നോക്കിയവന്മാർ. എനിക്കൊന്ന് ഉപ്പിലിടണം ഈ ചക്കര. ഇരുമ്പാമ്പുളി ഉപ്പിലിട്ട പോലെ ഉപ്പിലിട്ട് തിന്നണം എനിക്കിവന്. ആ പട്ടിയുടെ അച്ചാർ ഇടണം. അവനെൻ്റെ പണ്ടത്തെ ആഗ്രഹമാണ് ബുൾസൈ ഉണ്ടാക്കാൻ. ഞാൻ ആ ഡയലോഗ് വരെ അടിച്ചിട്ടുള്ളതാ. ഫേമസ് ആയില്ലെങ്കിലും എന്താ? ആ പെനിവൈസിൻ്റെ സ്ഥലം എത്തി. ഇന്ന് ഞങ്ങൾ അവനെ തിന്നിരിക്കും. ഞാൻ അവനെ അയ്യോ തിന്നേ. ഞാനെന്താ അവൻ്റെ പോലെയൊക്കെ പറയുന്നത്? അവൻ്റെ എൻ്റെ മേത്ത് കയറിയോ? ആ GT പോയത് ഭയങ്കര കഷ്ടമായി. ജെട്ടി പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? GT പോയി, കൂട്ടിയും പോയി.
ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണം. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പേടിക്കില്ല. പന്ന കഴിവട പെനി വയസ്സേ. എടാ കടയടി മോനെ, ഞാൻ നിന്നെ പിടിക്കടാ എന്ന്. പെനി വയസ്സിൻ്റെ കൂതി ഞാൻ കീറും. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി. അവരെയൊക്കെ ഞാൻ എത്ര കണ്ടിട്ട്. അയ്യയ്യോ, ഈ ഫ്രാങ്ക്ലിൻ എന്നെ തല കൊടത്തി. എൻ്റെ തല കറങ്ങിയിട്ട് വയ്യ. ഇതേത് കൂടിലൊക്കെ ഞാൻ പോകുന്നതെന്നറിയോ? ഈ ഫ്രാങ്ക്ലിൻ്റെ ഒക്കെ കഷ്ടം, എന്താ കഷ്ടം നോക്കിയേ. ഈ സൂമനെ അവർ സത്യം പറഞ്ഞാൽ പറ്റിച്ചു. ഞാനിനി എന്താ ചെയ്യുക? ഈ പെരി വയസ്സിൽ അന്വേഷിച്ച് ഞാനും വയ്യാണ്ടായി, ഫ്രാങ്ക്ലിനും വയ്യാണ്ടായി. ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ളവനാ. എനിക്കാണെങ്കിൽ ഒരു തരി എക്സ്പീരിയൻസ് ഇല്ല. പെനി വയസ്സ് വന്ന് എങ്ങനെ നേരിടണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്കിച്ചിരി പേടിയാവുന്നുണ്ട്. അവനെന്നെ തീർക്കുമെന്നൊരു സംശയം. അയ്യോ, സൂക്ഷിക്കണം അവനെ. ഞാനിനി എന്താ കരണ്ട് കളഞ്ഞത് ആരാടാ? ഞാൻ പെട്ടു എന്നാ തോന്നുന്നത്. ആരവിടെ? അവനെ ടെലിപ്പോർട്ട് ചെയ്യാൻ അധികം സമയം വേണ്ട. അവൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ബൈക്ക് കയറിക്കോ. ആരവിടെ? സത്യം പറയ്. ഞാൻ പെട്ടിട്ടിരിക്കുന്നേ. നീ ഇട്ട് കളിപ്പിക്കല്ലേ. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ സത്യം പറയ്. എടേ ഞാനല്ലടാ നിന്റെ ഇതുപോലെയൊക്കെ പെനി വയസ്സിൻ്റെ കാര്യമൊക്കെ കാണിച്ചു തന്നിട്ട് നീ ഇപ്പം എന്നെ കൊടുക്കാൻ നോക്കാണോ? എടേ എവിടുന്ന ശബ്ദം വരുന്നേ? അയ്യോ, ഓടിപ്പോട്രാ കുഞ്ഞേ. അയ്യോ, ഇതാരെയോ കൊന്നിട്ടോക്കണേ. എൻ്റെ ദൈവം, ഈ സ്ഥലമൊക്കെ ഏതാ? കരണ്ട് വന്ന തന്നെ ഭാഗ്യം. ഇത് ആരാ ഇവനെ ഞാൻ എവിടെയോ കണ്ട പോലെ. കുറേയധികം വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുത്തനാ. ഈ ഫ്രാങ്ക്ലിൻ്റെയും ഈ മൈക്കിളിൻ്റെയും ട്രവറിൻ്റെ ഒക്കെ കൂടെ കിടന്ന്. ആരോ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവെന്തായാലും അടിപൊളിയാ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതോ ഒരുത്തനാ. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കൂടെ നടന്നില്ലേ, എൻ്റെ ഇൻഫർമേഷൻ കൊടുത്ത് അവനാന്നാ തോന്നുന്നത്. അയ്യേ, ഇന്ന പിടിച്ചോ അടി സക്കേ. തല പൊട്ടിച്ച് ഞാൻ അവൻ്റെ. അങ്ങനെ അവനെ ഞാൻ തീർത്ത്. ആ ഫ്രാങ്ക്ലിനെ കണ്ടു കഴിഞ്ഞാൽ അവനെയും ഞാൻ തീർക്കും. എൻ്റെ കഴിവറിയില്ല. ഞാൻ കഴിവേറിയാണെന്നുള്ള കാര്യമൊന്നും അവന്മാർക്കറിയില്ലല്ലോ. എന്തുണ്ട്? അടിപ്പൂക്കുറ്റി ഡയലോഗ് അടിച്ച് വിടണം. ഇല്ല പിന്നെ അടി സക്കേ. ഞാനാടാ നിങ്ങളുടെ എല്ലാവരുടെയും ചത്തൻ. കിളിയേ മണിമണിവേങ്ക തോപ്പിൽ മനമുള്ളാൻ പോകും. പെനി വയസ്സിനും കാണാൻ പറ്റിയില്ല, ഒരു കൂന്തത്തിനും കാണാൻ പറ്റിയില്ല. ആ GT ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇനി അവൻ എന്തെങ്കിലും പറ്റിയോ? എപ്പോഴാവോ ഞാൻ ആ പൊട്ടനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയത്. ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഥ തീർത്തു എന്നാ തോന്നുന്ന പെനി വയസ്സ്. വേഗം തന്നെ പോകട്ടെ. കോൾഡ് ഡ്രിങ്കും കുടിച്ച് നിന്ന് സമയം കളഞ്ഞു. ജെട്ടിയുടെ ഇപ്പോൾ അവർ തീർത്തിട്ടുണ്ടാവും പെനി വയസ്സ്. അവൻ ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അവൻ ഒറ്റയ്ക്കാ ആ പെനി വയസ്സിൻ്റെ ബേസിൽ പോയത്. അയ്യോ, വേഗം പോണം. എൻ്റെ ജെട്ടിക്ക് എന്തെങ്കിലും പറ്റണ്ട. അവനാണ് ഇത്രയൊക്കെ ഇൻഫർമേഷൻ തന്നത്. ഒരു അടിപൊളി ഹാക്കർ കൂടി അവൻ നഷ്ടപ്പെട്ട പിന്നെ ഇങ്ങനത്തെ പ്രേതങ്ങളുടെയൊക്കെ ഒരു ഇൻഫർമേഷൻ എങ്ങനെ കിട്ടും? 2 പേരെ അവൻ തീർത്തക്കണത്. ഒരുത്തനെ തീർത്തു എന്നുള്ളത് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഇത് വേറൊരു ഹാക്കറിനെ അവൻ തീർത്തു. അത് കാണാൻ പോയി അവനെയും തീർത്തു. ഇതൊക്കെ പോലീസുകാരാ. ദൈവമേ, അടുത്ത പ്രശ്നം. അറിയാണ്ട് വണ്ടി തട്ടിയതാവും. ഞാനൊന്ന് പോട്ടെ. അയ്യോ, എനിക്കൊരു സ്റ്റാർ വീണിട്ടുണ്ട്. എൻ്റെ കാര്യം തീരുമാനം. പെനി വയസ്സിന് ഇപ്പം എന്നെ കൊല്ലാൻ എളുപ്പമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം വിട്ടോടാ തോമസ് കുട്ടിയെ, വേഗം വണ്ടി വിട്ടോടാ. വേഗം വിട്ടോ, വണ്ടി വിടറാ. എൻ്റെ പേര് ഫ്രാങ്ക്ലിനാ. ഫ്രാങ്ക്ലിൻ കുട്ടിയെ വണ്ടി വിട്ടോടാ. ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പടച്ചു വിട്ടേനെ. ആരെങ്കിലും പറയും. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് നാൾ ഷോർട്ടിലാണ് ഞാനിത്. ആര് വിളിക്കുന്നുണ്ട്? എടാ, നിന്റെ കുടിലേക്ക് ഞാൻ എത്തിയടാ പെനി വയസ്സേ. എവിടെയാടാ എൻ്റെ ജെട്ടി? എൻ്റെ ജെട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ജെട്ടി പോലെ ഞാനാക്കും. എടാ പെനി വയസ്സേ, ഇതേതാ ഈ സ്ഥലം? ഈ സ്ഥലത്തിൽ കൂടെ അവൻ വന്നേ. അവൻ എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഭാഗ്യം അവനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. പാവം, ഒന്നും പറ്റാതിരുന്നാൽ മതി. എൻ്റെ ജെട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇൻഫർമേഷൻ തരാൻ ആരുണ്ട് ഇവിടെ? അമ്മച്ചി പോച്ചിടാ. അയ്യോ, ഭാഗ്യം, ഒന്നും പറ്റിയിട്ടില്ല. അടിപ്പൂക്കുറ്റി എവിടെയാ? അയ്യോ, ഇത് സൈമൻ അല്ലേ? ഹാക്കർ സൈമൻ. ഇവന് മരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണെന്ന് ഞാൻ കരുതിയില്ല. ആരാണ് ഇവനെ ഇങ്ങനെ കോടാലി വെച്ച് അറ്റാക്ക് ചെയ്തതാണെന്നാ തോന്നുന്നത്. ജെട്ടി, നീ എവിടെയാ? ഞാൻ എത്തിയടാ. ജെട്ടിക്കുട്ടാ, ഇതവൻ്റെ വണ്ടിയല്ലേ? അടിപ്പൂക്കുറ്റി അടി സക്കേ. ഇതാടാ ഇപ്പം ഉണ്ടായേ. ഇവിടെ ഉണ്ടായിരുന്ന ഇതല്ലേ എൻ്റെ ജെട്ടി? എവിടെയാ?
ജെട്ടിയുടെ തല പോലും കാണാനില്ലല്ലോ. യമനെ പെനിവൈസ് തിന്നൂന്നാ തോന്നുന്നത്. ആകെ അത്രേ ഉള്ളൂ. എല്ലും കോലുമായിട്ടുള്ള പാവത്തിന് എന്താവോ കാട്ടിക്കൂട്ടിയ. പെനിവൈസ് ഇറങ്ങി വേടാ. നീ എവിടെയാടാ? ഞാൻ വന്നൂടാ. നിനക്ക് എന്നെയല്ലേ വേണ്ടേ? നീ എൻ്റെ ഷിൻചാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരിക്കുന്ന തോന്നുന്നത്. എൻ്റെ ഷിൻചാൻ ഇപ്പോൾ അവൻ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് എന്തായാലും ഇവൻ്റെ ബോഡി കൊണ്ടുപോകാം. ഇവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇവൻ്റെ ബോഡിയെങ്കിലും കാട്ടി കൊടുക്കാം. ഇത് തമാശ പറയേണ്ട സമയമല്ല. ആ പാവത്തിനെ കൊന്നു. പക്ഷെ എൻ്റെ ജെട്ടിയെ കാണാനില്ല. ജെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ മോൻ അവർക്ക്. അവനെന്തേലും പറ്റി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. ഞാനാ പെടുക. ഞാൻ അവനെ കൊണ്ട് കൊന്നു എന്ന് പറയും. എന്താ ചെയ്യുക? ജെട്ടി എന്താടാ? നീ എവിടെയാടാ? വാടാ. ഇതെന്ത് കഷ്ടാ നോക്കിയേ. ആ പാവം ചെക്കനെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. 19 വയസ്സല്ലോ ഓർക്കുമ്പോൾ. ഞാനൊരു കിളവനല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. എന്ത് കഷ്ടാ. ഞാൻ ചത്ത പോലെയാണ് അവൻ ചത്തു കഴിഞ്ഞാൽ. എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട്. ഒരു ചെറിയ ചെക്കൻ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അവൻ എൻ്റെ അനിയനല്ലേ, അവൻ എങ്ങനെയും വളർന്നോളും. പക്ഷെ ഇനി അവൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഷിൻചാനെക്കാട്ടും 5-6 വയസ്സ് മൂപ്പുള്ളവൻ പാവം. അവനെ പെനിവൈസ് പിടിച്ചെന്നാ തോന്നുന്നു. എന്താ ചെയ്യാ ഇനി? ഒരു രക്ഷയില്ല. പെനിവൈസേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എടാ, നിന്നെ ഞാൻ തീർക്കൂടാ. സത്യം പറഞ്ഞാൽ തീർക്കും. ഇച്ചിരി ലോങ് ആയിട്ടാണെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അവസാനിപ്പിക്കും. നിന്നെ ഞാൻ ഈ വട്ടം ശരിക്കും തീർത്ത് കളയും. ഡോക്ടറെ, ഇവൻ മരിച്ചു. ഇവനെ നിങ്ങൾ എന്തേലും കാട്ടി പുനർജന്മിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പുനർജന്മിയുടെ കൂടെ വന്നത്. എൻ്റെ പേര് പുനർജന്മി. അടി പൂക്കുറ്റി. എനിക്ക് ആരെ വേണമെങ്കിലും രക്ഷിച്ച് ജീവൻ കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശരീരം കൊണ്ടുവന്നാൽ മതി. കൃത്രിമമായിട്ട് ഞാൻ ഇവനെ ജീവൻ രക്ഷിപ്പിച്ചാന്നേ. രക്ഷിച്ചാനേ. ആദ്യം പറയാൻ പഠിക്ക്. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അടി പൂക്കുറ്റി, നീ പൊക്കണം മോനെ. ഞാൻ നോക്കിക്കോളടാ ബാക്കി കാര്യങ്ങൾ. നീ എവിടേക്കാന്ന് വെച്ചാ പോ. പോവാം. എൻ്റെ ജെട്ടിയും കാണാനില്ല, ഒരു സംഭവം കാണാനില്ല. ഇനി ഇതിന് പിന്നിലൊരു വീഡിയോ ഉണ്ടാവില്ല. ബൈ.